മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപൻ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നിങ്ങനെ കണ്ണനാണെങ്കിൽ ഡീറ്റെയിൽഡ് ആയി തന്നെ ഡോക്ടറോട് ചോദിക്കുന്നു. അങ്ങനെ ഡോക്ടർ ആണെങ്കിൽ അന്നേ ദിവസം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് പ്രതാപൻ ഡിസ്ചാർജ് ആയി പോകുന്ന സമയത്ത് തന്നോട് പറഞ്ഞ സകല കാര്യങ്ങളും ഡോക്ടർ വളരെ വിശദമായി തന്നെ കണ്ണനോട് പറയുന്നു. അതായത് മഹാലക്ഷ്മി തന്റെ ഭാര്യയുടെ ആദ്യ കല്യാണത്തിലുണ്ടായ മകളാണെന്നും അവളെ ഒട്ടും താല്പര്യമില്ലാതെ ഇരുന്നിട്ടും എപ്പോഴും ലോറിയിൽ കൊണ്ടുപോകുമായിരുന്നു. കാരണം ഭക്ഷണവും വെള്ളവും എടുത്തരാൻ വേണ്ടി ഒരുപാട് ദാരിദ്ര്യം പിടിച്ച സമയമായിരുന്നു അന്നത്തേത്. എനിക്ക് സ്വന്തമായിട്ടൊരു ലോറി പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ ലോറിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വാമേട്ടൻ എന്നെ വന്ന് കാണുന്നത്. അയാൾ എനിക്ക് ഒരു ഓഫർ മുന്നോട്ട് വെച്ചു. കമലേശ്വരത്തിലെ വിശ്വനാഥനെ കൊന്നുകളയുക. ആ ഒരു കൊട്ടേഷൻ ഞാൻ ഏറ്റെടുത്തു. കാരണം ഇതിനു മുന്നും ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയത് മറ്റൊന്നുമല്ല. വാമേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു പിറന്നാൾ ദിവസം ക്ഷേത്രത്തിലേക്ക് പോയിട്ട് വരുന്ന അച്ഛനും മകനും തിരിച്ചു വരുന്നുണ്ടെന്നും സ്പോട്ട് തന്നെ തീർത്ത് കളയണമെന്നും. അന്ന് നല്ല മഴയായിരുന്നു. ഞാൻ വാമേട്ടൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ എല്ലാത്തിനും സാക്ഷിയായി മഹാലക്ഷ്മി ലോറിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതാണ് ഡോക്ടറെ ഏറ്റവും വലിയ മണ്ടത്തരമായി പോയത്. അവൾ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞിരുന്നു. അന്ന് കുഞ്ഞാണെങ്കിൽ കൂടിയും എല്ലാം അവളുടെ മനസ്സിൽ പതിഞ്ഞിരുന്നു. പിന്നീട് ഞാൻ സ്വന്തമായിട്ടൊരു ലോറി വാങ്ങി. ആ ലോറി മൂന്നും നാലുമായിട്ട് പെരുകി 4-5 കോടികളുടെ മുതലാളിയായി. അപ്പോ താൻ അത്യാവശ്യം പൈസയൊക്കെ സമ്പാദിച്ചു അല്ലേ? പറയാനുണ്ടോ? അത്യാവശ്യത്തിൽ കൂടുതൽ. എന്റെ മോളെ റാണിയായിട്ട് വാഴിക്കാൻ വേണ്ടിയിട്ട് ഈ വാമദേവൻ തന്നെയാണ് കമലേശ്വരത്തിലെ ഉണ്ണിയുമായിട്ടുള്ള വിവാഹാലോചനയുമായിട്ട് മുന്നോട്ട് വന്നത്. അപ്പൊ പിന്നെ എന്റെ മോളുടെ ദാസിയായിട്ട് ആ മഹാലക്ഷ്മിയെ അവൾക്കൊപ്പം വിട്ടയക്കാമെന്ന് കരുതി. എങ്ങനെയെന്ന് വെച്ചാൽ ആ കടന്റെ ഭാര്യയായിട്ട്. അന്നത്തെ ആക്സിഡന്റിൽ അച്ഛൻ മരിച്ചെങ്കിലും മോൻ മരിച്ചില്ല. അവൻ വീൽ ചെയറിലാവുകയായിരുന്നു. അപ്പൊ പിന്നെ എനിക്കും എൻ്റെ അമ്മയ്ക്കും മകൾക്കും ഒത്തിരി സന്തോഷമായിരുന്നു വീൽ ചെയർ ഉന്തിക്കൊണ്ട് നടക്കുന്ന മഹാലക്ഷ്മിയെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ എല്ലാം വീണയായിട്ട് ഞങ്ങൾക്ക് തിരിച്ചടിച്ചു. താൻ എന്തൊക്കെയാ പറയുന്നത്, വളരെ കൃത്യമായിട്ട് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ പ്രതാപനാണെങ്കിൽ അന്നു മുതൽ സംഭവിച്ച സകല കാര്യങ്ങളും തുറന്നു പറയുകയാണ്. ഈ സമയം ഡോക്ടർ തന്നെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഓ എന്തൊരു അത്യാർത്ഥി പിടിച്ച മനുഷ്യർ, തനിക്ക് എന്തായാലും ഇതിനോട് ശിക്ഷ കിട്ടുമെന്നൊക്കെ. അങ്ങനെ പ്രതാപനെ ഡിസ്ചാർജ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കടനോട് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, അല്ല അറിയാത്തോണ്ട് ചോദിക്കുക, ഈ കേസിൽ എന്തുകൊണ്ടാ ഇത്രയും വലിയ താല്പര്യം താൻ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് അന്ന് കൊല്ലപ്പെട്ട ആ വിശ്വനാഥൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനാണ്. ആ കണ്ണൻ എന്ന് പറയുന്ന ആൾ ഞാനാണ്. ഞാൻ വീൽ ചെയറിലായിരുന്നു. പിന്നീട് ഒരുപാട് ഈ പറയുന്ന മഹാലക്ഷ്മി തന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടായതെന്നൊക്കെ കണ്ണൻ പറയുന്നു. എങ്കിൽ പിന്നെ കണ്ണൻ അറിയാൻ വേണ്ടി മറ്റൊരു കാര്യം കൂടി പറയാം. ഈ വാമദേവൻ പ്രതാപനെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വന്ന സമയത്ത് ഞാൻ അയാളോട് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ അയാൾ പതറിപ്പോയി. മാത്രമല്ല ഡോക്ടർ ആരോടും ഈ സത്യങ്ങൾ തുറന്നു പറയരുതെന്ന് പറഞ്ഞ് കരഞ്ഞു. ഞാൻ എന്തായാലും പറയാനൊന്നും തീരുമാനിച്ചതല്ല. പക്ഷേ ഇതിൽ താല്പര്യം കാണിച്ച് ഒരാൾ എത്തിയപ്പോൾ തുറന്നു പറഞ്ഞെന്ന് മാത്രം. ഇനിയിപ്പോ താൻ എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? അത് എന്റെ ശത്രുക്കളായിട്ടുള്ള അവരൊന്നും ഇതുവരെയും അടങ്ങിയിട്ടില്ല. എന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. ഈ പറയുന്ന പ്രതാപന്റെ മകളും അമ്മയും ഒക്കെ തന്നെ അയാളെ പോലെ തന്നെ ക്രൂരത മനസ്സിൽ കൂടെ നടക്കുന്നവരാണ്. എന്റെ ഭാര്യയെ സ്റ്റെപ്പിന് മുകളിൽ നിന്നും തള്ളിയിട്ടു. അവളിപ്പോ ICUവിലാണ്. ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അവളുടെ അവസ്ഥയെക്കുറിച്ച് ഡോക്ടർമാർ കൃത്യമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നിങ്ങനെ കണ്ണൻ പറയുന്നു. എന്തായാലും ഞാൻ ഇനി അവരെ കാണേണ്ട രീതിക്ക് കണ്ടോളാം എന്നിങ്ങനെ പറഞ്ഞ് കണ്ണനാണെങ്കിൽ അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് പ്രതാപനും മുത്തശ്ശിയും ആവട്ടെ പരസ്പരം സംസാരിക്കുകയാണ്. പോലീസ് ഇങ്ങോട്ട് വരേണ്ട സമയം കഴിഞ്ഞല്ലോടാ പ്രതാപ. അതെ ശരിയാണ്, ഇത്രയും നേരമായിട്ട് വന്നിട്ടില്ല. ഇനിയിപ്പം ആർക്കോ ആയിരിക്കും അമ്മേ വരുന്നത്, അറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം, നോക്കാം. ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവളെ കുറിച്ചും ഒരറിവും കിട്ടിയില്ലല്ലോ. അവിടേക്ക് കരുണ വരികയാണ്. നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നത്? എന്തായാലും അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് പോലീസ് വരാനും പോകുന്നില്ല. അങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനൊന്നും പറ്റില്ലെന്ന് പറയുമ്പോൾ മോള് കരുതുന്നത് പോലെയൊന്നല്ല കാര്യങ്ങൾ. അവൻ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തലമണ്ടയിൽ ചുമത്തി അകത്താക്കാം. അത് മോൾക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. പെട്ടെന്നാണ് ഒരു പോലീസ് ജീപ്പിന്റെ സൗണ്ട് കേട്ട് കരടിയാണെങ്കിൽ പുറത്തേക്ക് നോക്കുന്നത്. ആ കാഴ്ച കണ്ട് അവളാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. ഞെട്ടിദ്ധരിച്ച് കരുണയാണെങ്കിൽ പോലീസ് എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. അങ്ങനെ പ്രതാപനാണെങ്കിൽ കരുണയെ അകത്തേക്ക് കയറിപ്പോവാനായിട്ട് പറയുന്നുണ്ട്. പോലീസുകാർ അകത്തേക്ക് വരുന്നുണ്ട്. പ്രതാപനും മുത്തശ്ശിയും, എന്താ സാറേ, എന്താ കാര്യം എന്ന് നിനക്ക് അറിയില്ല അല്ലടാ? അല്ല മോളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നാണോ? അതിന് മാത്രം നിന്റെ മോൾ ഇതിൽ തെറ്റ് ചെയ്തോടാ?
അയ്യോ ഇല്ല സാറേ, എങ്കിലേ കൂടുതലൊന്നും സംസാരിക്കണ്ട. നീ വന്ന് ജീപ്പിൽ കയറുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനെയും കൊണ്ട് പോലീസുകാർ പോവുകയാണ്. ഈ സമയം കരുണയാണെങ്കിൽ ജനാല വഴി അതൊക്കെ കാണുന്നുണ്ട്. മുത്തശ്ശിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അങ്ങനെ കരുണ വേഗം തന്നെ പുറത്തേക്ക് ഓടി വരികയാണ്. ജീപ്പിനകത്തേക്ക് കയറാൻ നിൽക്കുമ്പോൾ പ്രതാപനാണെങ്കിൽ വളരെ സഹതാപത്തോടു കൂടിയിട്ടും സങ്കടത്തോടു കൂടിയിട്ടും കരുണയെ നോക്കുന്നു. അങ്ങനെ അയാളെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. മുത്തശ്ശിയാണെങ്കിൽ ഓടിപ്പോകുന്നുണ്ട് ജീപ്പിന് പുറകെ കരുണയും. പിന്നീട് മുത്തശ്ശി പറയുന്നുണ്ട്, ഇനിയിപ്പോ പ്രതാപന്റെ അവസ്ഥ എന്താകുമോ എന്തോ, ഒന്നും അറിയില്ല. എന്തായാലും മോളെ അന്വേഷിച്ചല്ല പോലീസുകാര് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, അവനെയാണ് കൊണ്ടുപോയത്. എനിക്കാകെ പേടിയാകുന്നു മോളെ. എന്നാലും അച്ഛൻ അച്ഛനെ ഇനിയിപ്പോ അവരെന്തെങ്കിലും ചെയ്യോ മുത്തശ്ശി? അതിനിപ്പോ പറയാനുണ്ടോ? അല്ല, നമുക്ക് ജാമ്യം എടുക്കണ്ടേ? ജാമ്യം എടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. ആ കർണനും അനന്തും ഒക്കെ തന്നെ വക്കീലല്ലേ, അവരൊരിക്കലും പ്രതാപനെ പുറത്തേക്ക് വിടാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇനി വളരെ സൂക്ഷിച്ചു വേണം മോളെ മുന്നോട്ട് പോകാനായിട്ട്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും മുത്തശ്ശി? മോള് ഇത്തിരി സമാധാനം പാലിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. മോൾക്ക് തൽക്കാലം അവള് പറയുന്നത് കേട്ട് അനുസരിച്ചിരുന്നാൽ മതിയായിരുന്നു. പ്രതാപൻ അവനില്ലാത്ത ഈ വീട് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഈ വീട് ഉറങ്ങി. മാത്രമല്ല, അവൻ ആലോചിച്ച് സമാധാനത്തോട് കൂടിയിട്ട് എന്തെങ്കിലും തീരുമാനം എടുത്തായിരുന്നു. അതിനു മുമ്പായി തന്നെ മോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചത്? മോളുടെ എടുത്തുചാട്ടം കാരണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയുമ്പോൾ കരുണയാണെങ്കിൽ ആകെ കരയുന്നു. അങ്ങനെ മുത്തശ്ശി അകത്തേക്ക് പോകുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ കരുണ അവിടെ ഇരുന്ന് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട്. ഇറങ്ങട ഇങ്ങോട്ട്, നിന്നോട് ഇനി പ്രത്യേകം പറയണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രതാപനെ ഈ തെളിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഈ സമയം സാറേ, ഞാന് എല്ലാ സത്യങ്ങളും കണ്ണനോട് തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ നിരപരാധിയാണ് സാറേ, എന്നെ കൊണ്ട് ചെയ്യിച്ചതാണെന്നൊക്കെ പറയുമ്പോൾ, ആണോ? എങ്കിൽ പിന്നെ ആ കഥകളൊക്കെ നീയേ ലോക്കപ്പിൽ കയറിയിട്ട് ഒന്നുകൂടി വിശദമായിട്ട് എനിക്ക് പറഞ്ഞു തരണം. അതിനുള്ള മരുന്ന് ഞാൻ നിനക്ക് തരാം. നീ ഇങ്ങോട്ട് കയറിവാട പ്രതാപ, നിന്റെ വായ കൊണ്ട് എനിക്ക് കേൾക്കണം. നീ കണ്ണനോട് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നോട് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അയാളാണെങ്കിൽ പ്രതാപനെ വലിച്ചു കൊണ്ടുപോവുകയാണ്. നിന്റെ മോളെ, ആ പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള മഹാലക്ഷ്മിയെ സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടു. ആ ക്രൂരതയ്ക്ക് നേരെ കണ്ണൻ കണ്ണടച്ചു. പക്ഷെ അവളങ്ങനെ രക്ഷപ്പെട്ടു എന്ന് നീ കരുതണ്ട. പുറത്തെ പോലീസുകാരേക്കാൾ ഭീകരമായിട്ടുള്ള ആളുകളുണ്ട്, അറിയാമല്ലോ മാർക്കോയെ കുറിച്ച്. അവൻ ഇനി നിന്റെ മോളെ എന്താ ചെയ്യാൻ പോകുന്നെന്ന് പോലും അറിയില്ല. നിന്റെ മോളും അമ്മയും അനുഭവിക്കുമെന്നൊക്കെ പറയുമ്പോൾ, എന്റെ പൊന്നു സാറേ, എന്റെ മോളെയും അമ്മയെയും ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് അയാളാണെങ്കിൽ കരയാണ്. നീ കരഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. എന്തായാലും നിനക്ക് മറ്റൊരു സർപ്രൈസും കൂടി ഉണ്ട്, ഇങ്ങ് വന്നേന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനുമായിട്ട് നേരെ ചെല്ലുന്നത് ലോക്കപ്പിന് പുറത്തേക്കാണ്. അങ്ങനെ പ്രതാപൻ ആ കാഴ്ച കണ്ടുകൊണ്ട് ആകെ ഷോക്കാവുന്നു. മറ്റൊന്നുമല്ല, പ്രതാപിന് കൂടെ കടക്കാനായിട്ട് നമ്മുടെ വാമദേവനെയും പോലീസുകാർ നേരത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ലോക്കപ്പിലിട്ടിരിക്കുകയാണ്. പ്രതാപനാണെങ്കിൽ താനെങ്ങനെ ഇതിനകത്ത് വന്നു എന്നുള്ളൊരു ചോദ്യഭാവേനെ വാമദേവനെ നോക്കുന്നുണ്ട്. ഈ സമയം വാമദേവനാണെങ്കിൽ പ്രതാപനെയാണ് സംശയിക്കുന്നത്. പ്രതാപനായിരിക്കുമോ ഇനി ഈ പറയുന്ന വാമദേവനെ കാണിച്ചു കൊടുത്ത് എന്നൊക്കെ. അങ്ങനെ കയറി ചെല്ലട എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ പോലീസുകാരൻ കഴുത്തി പിടിച്ച് ലോക്കപ്പിനകത്തേക്ക് പ്രതാപനെ തള്ളിയിടുന്നുണ്ട്. പിന്നീട് വാമദേവനാണെങ്കിൽ ഒന്നും പറയാതെ തന്നെ പോലീസുകാരനോട് പറയാണ്, സാറേ, സാർ എന്നോട് കരുണ കാണിക്കണം. ദേ നോക്ക്, ഈ പ്രതാപനാണ് എല്ലാത്തിനും കാരണക്കാരൻ. ഞാൻ ഒരിക്കലും ഇവനെ ഒരു കൊലയാളിയാക്കിയിട്ടില്ല. ഞാൻ ആരെയും കൊല്ലാനും പറഞ്ഞിട്ടില്ല. ഇവനാണ് എല്ലാം ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാമദേവൻ പറയുമ്പോൾ, ആണോ? ഈ മാനസിക നില തെറ്റിയ സമയത്തെ പ്രതാപൻ പറഞ്ഞതിൽ 100-ൽ 100 സത്യങ്ങൾ മാത്രമായിരുന്നു. ഈ വിശ്വനാഥൻ പ്രതാപിന്റെ ദേഹത്ത് കയറിയിരുന്നില്ലേ, അപ്പോഴാണല്ലോ അവൻ ഓരോ സത്യങ്ങളായിട്ട് തുറന്നു വിട്ടത്. അപ്പോ ഒരു ഹോസ്പിറ്റലിലേക്ക് നീ അവനെ കൊണ്ടുപോയിരുന്നു. അവിടുത്തെ ഡോക്ടറുടെ അടുത്ത് ഈ പ്രതാപൻ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു. ആ ഡോക്ടർ വഴിയാണ് ഞങ്ങൾ കാര്യങ്ങളെല്ലാം അറിയുന്നത്. അങ്ങനെയാണ് നിന്നെയും ഇവനെയും ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇനി ആരും രക്ഷപ്പെട്ട് പോകാമെന്ന് കരുതണ്ട, ആർക്കും രക്ഷയുമില്ല. എന്തായാലും നിങ്ങൾ രണ്ടുപേരും അനുഭവിക്കാൻ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനെയും അമദേവനെയും അയാൾ തല്ലിച്ചതയ്ക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. എന്തായാലും കണ്ണനും മാർക്കോയും അനന്തവും ആരും തന്നെ ഇനി വെറുതെ ഇരിക്കില്ല. കരുണയുടെയും മുത്തശ്ശിയുടെയും കാര്യവും ഏകദേശം കണക്ക് തന്നെയാണ്. അങ്ങനെ ഈ പറയുന്ന മാർക്കോ തന്നെയായിരിക്കും മിക്കവാറും കരുണയെ എടുത്തിട്ട് പെരുമാറാനായിട്ട് പോകുന്നത്. കാരണം മാർക്കോ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരിക്കൽ കൂടി മഹാലക്ഷ്മിക്ക് നേരെ അവളുടെ കൈകൾ ഉയരുകയാണെങ്കിൽ ഉറപ്പായിട്ടും താൻ വെറുതെ ഇരിക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെ പോലീസുകാരേക്കാൾ കൂടുതൽ മാർക്കോയെയാണ് നമ്മുടെ കരുണ ഭയപ്പെടേണ്ടതും. അപ്പൊ കാത്തിരിക്കാം എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.